Hi, welcome to Daily News Analysis. Today is 18th January 2025. Let's look at the main headlines. Script reading, GS1 topic. Threats in Gulf of Aden and Red Sea could increase, says Defense Minister. GS1 and 3 overlapping ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. To fix economy, boost consumption. GS3 ക്കകത്ത് വരുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് കൂടുതൽ നോക്കാം. സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ഇത് GS1 വരുന്നതാണ്. നമ്മുടെ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ ഒരു $1 മില്യൺ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യുകയുണ്ടായി. ആർക്കും അത് ലഭിക്കാം. എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? ആ ആള് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ സ്ക്രിപ്റ്റ് ഡിസിഫർ ചെയ്യാൻ പറ്റണം ആ ആൾക്ക്. അപ്പൊ അതായിരുന്നു MK സ്റ്റാലിൻ നടത്തിയ വാഗ്ദാനം. അപ്പൊ ഇത് വളരെയധികം ആളുകളിൽ ഇൻട്രസ്റ്റ് ജനിപ്പിക്കുകയുണ്ടായി. കാരണം നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മിസ്റ്ററി ആയിട്ട്, സോൾവ് ചെയ്യാത്ത ഒരു മിസ്റ്ററി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാണ്. സോ അത് കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ഇൻട്രസ്റ്റ് ആളുകൾ ഡിസിഫർ ചെയ്യണമെന്നുള്ളത് ജനിപ്പിക്കാൻ തുടങ്ങി. സോ ഇറ്റ്സ് എ ചാലഞ്ച് ദാറ്റ് ഹാസ് പസിൽഡ് എക്സ്പെർട്സ് ഫോർ എ സെഞ്ചുറി. ഓക്കെ, കഴിഞ്ഞ 100 വർഷമായിട്ട് അതൊരു പസിലായിട്ട് കിടക്കുക. കാരണം 1924 ആ ഒരു ടൈമിലാണ് നമുക്കറിയാം ജോൺ മാർഷൽ എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്യുന്നത്. സോ അതിന്റെ 100ാം വാർഷികം, അതായത് ഇപ്പം 2025 അപ്പം ആ ഒരു 100ാം വാർഷികത്തിൽ നടത്തിയ ഒരു അനൗൺസ്മെന്റ് ആണ് ഇവിടെ ന്യൂസ് ചെയ്യുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓൾസോ നോൺ as ഹാരപ്പൻ സിവിലൈസേഷൻ. നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ത്രൈവ്ഡ് ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. അപ്പം 3000 മുതൽ 1500 BC ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. ആ സമയത്ത് അത് കുറെ ഫ്ലറിഷ് ചെയ്യുകയുണ്ടായി. ഏതൊക്കെ ഭാഗത്തായിരുന്നു? നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ഡേ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആ റീജിയൻസിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പല സൈറ്റ് പഠിക്കുമ്പോൾ ഈ സൈറ്റ് ഇന്ത്യയിലാണ്, ഈ സൈറ്റ് പാകിസ്ഥാനിലാണ്, ആ രീതിക്ക് നമ്മൾ പഠിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് അർബൻ സൊസൈറ്റി കമ്പാരബിൾ ടു ഏൻഷ്യന്റ് മെസോപ്പൊട്ടാമിയ, ഈജിപ്റ്റ് ആൻഡ് ചൈന. പണ്ടത്തെ ആ മെസോപ്പൊട്ടാമിയയും ഈജിപ്റ്റും ചൈനയൊക്കെ പോലുള്ള ഒരു ടൈപ്പ് ഓഫ് അർബൻ സൊസൈറ്റി ആയിരുന്നു ആ സമയത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. Despite many archaeological discoveries, the script found on seals and tablets remains undeciphered. അപ്പം ഒത്തിരിയധികം ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് ഉണ്ടായി, പക്ഷെ ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സീൽസിലും അതുപോലെ ടാബ്ലറ്റ്സിലും ഒക്കെ ഉള്ള ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതിപ്പോഴും അൺഡെസിഫർ ആയിട്ട് ഇരിക്കുകയാണ്. ചില സ്കോളേഴ്സ് ഇൻഡസ് വാലിയിൽ ആ ഒരു സിവിലൈസേഷനിൽ ഒരു ഫോർമൽ റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവരുടെ ലിറ്ററസിയെ കുറിച്ചും ഒക്കെ കുറെ ഡിബേറ്റ്സ് നടത്താറുണ്ട്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പല ആളുകളും ആർഗ്യൂ ചെയ്യാറുണ്ട്. അവിടെ വെദർ ദേ ഹാവ് എ ഫോർമൽ റൈറ്റിംഗ് സിസ്റ്റം ഓർ ദേ ഹാവ് എ ലിറ്ററസി. ഓക്കെ. Mr. Stalin's announcement tries into theories that the script might have been Proto-Dravidian, connecting it to തമിഴ്നാട് ഹെറിറ്റേജ്. അപ്പം MK സ്റ്റാലിൻ എന്തിനാ ഇങ്ങനെ ടൈപ്പ് ഓഫ് അനൗൺസ്മെന്റ്സ് നടത്തുന്നത്? കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിന് കുറച്ചൊരു പ്രോട്ടോ ദ്രവീഡിയൻ ആ ഒരു ടച്ച് ഉണ്ട്. അതായത് ആ ഒരു തിയറീസ്, ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോ ദ്രവീഡിയൻ, അതായത് ആദിമ ദ്രാവിഡ ഭാഷ. അതായത് നമുക്കറിയാം ഒരു കൾച്ചറിന്റെ റിവൈവലൊക്കെ തമിഴ്നാട് എപ്പോഴും ഒരു അജണ്ട ആയിട്ട് സെറ്റ് ചെയ്യുന്നു. സോ അപ്പൊ ആ രീതിക്ക് നോക്കുവാണെങ്കിൽ അതുമായിട്ട് അലൈൻ ചെയ്യുന്ന കുറെ അധികം തിയറീസ് വരാറുണ്ട്. ഈ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഒരു പ്രോട്ടോ ദ്രവീഡിയൻ കണക്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് സ്റ്റാലിൻ ഈ ടൈപ്പ് ഓഫ് അനൗൺസ്മെന്റ്സ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അത് തമിഴ്നാടിന്റെ ഹെറിറ്റേജുമായിട്ടൊരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓക്കെ. The Tamil Nadu government is also working on documenting and digitizing inscriptions and symbols found in the region to support this research. അപ്പം തമിഴ്നാട് ഗവൺമെന്റ് വളരെയധികം ഇതിന്റെ ഡോക്യുമെന്റേഷനും അതുപോലെ തന്നെ ഡിജിറ്റൈസ് ചെയ്യുന്നു ഈ ഇൻസ്ക്രിപ്ഷൻസ്, സിമ്പിൾസ് ഒക്കെ സ്ഥലത്തുള്ളത്. അതൊക്കെ ആ ഒരു റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അജണ്ട അവർ സ്വീകരിക്കാറുണ്ട്. റിസർച്ചേഴ്സ് കുറെ അധികം ചാലഞ്ചസ് മുന്നിൽ ഫേസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ലിമിറ്റഡ് പബ്ലിക് ആക്സസ് ആണ് ഈ സീൽഡ് ഡാറ്റാബേസും പിന്നെ അതുപോലെ
കുറെ അധികം പൊളിറ്റിക്കൽ ചലഞ്ചസും കൂടെ ഉണ്ട്. ഇന്റർനാഷണൽ കൊളാബറേഷൻ ചിലപ്പോൾ ആവശ്യം വരും. നമുക്കറിയാം ഈ കോപ്പറേഷൻ ബിറ്റ്വീൻ സൗത്ത് ഏഷ്യൻ കൺട്രീസ് ആർ എസെൻഷ്യൽ ഫോർ സ്റ്റഡീസ്. കാരണം എന്താ, നമ്മളിപ്പോ ഹാരപ്പ ആ ഒരു സിവിലൈസേഷൻസ് നോക്കുമ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ അധികം ട്രേഡ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഹാരപ്പ കൃത്യമായിട്ട് പഠിക്കുന്ന കൂടെ എന്താ, ആ സമയത്ത് പല രാജ്യങ്ങൾ തമ്മിലുള്ള കോപ്പറേഷൻസ് ആവശ്യം വരും. ഓക്കെ, പിന്നെ അതുപോലെ ഫ്രീ ആക്സസ് ടു റിസോഴ്സസ്, അൺബയസ്ഡ് സ്റ്റഡീസ്, ഇതൊക്കെ മുന്നിലുള്ള ഒബ്സ്ട്രക്ഷൻസും ചാലഞ്ചസും ആണ്. ഇതൊക്കെ അതിജീവിച്ചു വരേണ്ടതുണ്ട്. ഓവർകമ്മിങ് ദീസ് ഒബ്സ്റ്റക്കിൾസ് വുഡ് അൺലോക്ക് ദ സീക്രട്സ് ഓഫ് ദ IBC. അപ്പം ഇതൊക്കെ അതിജീവിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സീക്രട്സ്, ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടുള്ളൂ. ഓഫറിംഗ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻ ടു വൺ ഓഫ് ദ വേൾഡ്സ് ഏർലിയസ്റ്റ് സിവിലൈസേഷൻസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ, അതായത് ഞാൻ പറഞ്ഞു GS1 ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പല ടൈംസിലായിട്ട് 2015-16 കാലഘട്ടത്തിലൊക്കെ പ്രിലിംസിൽ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ആർട്ട് ആൻഡ് കൾച്ചർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1, ദ ഏൻഷ്യന്റ് സിവിലൈസേഷൻ ഇൻ ദ Indian subcontinent differed from those of Egypt, Mesopotamia, and Greece in that its culture and traditions have been preserved without a breakdown to the present day. Comment. Ancient civilization in Indian subcontinent differed from those of Egypt, Mesopotamia, and Greece in that its culture and traditions have been preserved without a breakdown to the present day. അപ്പൊ ഇതൊരു മെയ്ജി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എങ്ങനെ ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ആ ഒരു ആൻഷ്യൻ സിവിലൈസേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഡിഫർ ചെയ്യുന്നു, പിന്നെ കൂടാതെ ഇൻ ഇറ്റ്സ് കൾച്ചർ ആൻഡ് ട്രഡീഷൻസ് ഹാവ് ബീൻ പ്രിസർവ്ഡ് വിത്തൗട്ട് എ ബ്രേക്ക് ഡൗൺ ടു പ്രസന്റ് ഡേ. അവിടെയൊക്കെ എന്താ കുറച്ചുകൂടെ ആ ഒരു കൾച്ചറും ട്രഡീഷൻസ് ഒക്കെ ഒരു ബ്രേക്ക് ഡൗൺ ഇല്ലാതെ ഇപ്പൊ വരെ, ഇപ്പൊ നമുക്കറിയാം ഈജിപ്തിൽ പിരമിഡ്, ആ രീതിക്ക് വളരെയധികം ഗ്രീസിലാണെങ്കിൽ സിറ്റീസ്, ആ ഒരു കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്രേക്ക് ഡൗൺ ഇല്ലാതെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ആയിട്ടൊരു കമ്പാരിസൺ രീതിക്കാണ് ഇവർ ഈ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. കമന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എല്ലാവരും അറ്റൻഡ് ചെയ്യുക, ആൻസർ എഴുതുക. വേറൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആർട്ട് ആൻഡ് കൾച്ചറിൽ തന്നെ ഏൻഷ്യൻ ഇന്ത്യ ആർട്ട് ആൻഡ് കൾച്ചർ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ചോദിച്ചത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2021 ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏൻഷ്യൻ ടൗൺസ് ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ഇലാബറേറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് ബൈ building a series of dams and channeling water into connected reservoirs? The options തന്നേക്കുന്നത് 1 Dollavira, 2 Kalibangan, 3 Rakhi Garhi, 4 Lopar. അപ്പൊ ഇതിനകത്തെ കറക്റ്റ് ഓപ്ഷൻ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചാണ്. സോ അടുത്തൊരു ന്യൂസ് ആണ്. ത്രെഡ്സ് ഇൻ ഗൾഫ് ഓഫ് ഏഡൻ ആൻഡ് റെഡ് സീ കുഡ് ഇൻക്രീസ്, സേസ് ഡിഫൻസ് മിനിസ്റ്റർ. GS1-ലും GS3-ലും ഓവർലാപ്പിംഗ്. അങ്ങനെ പറയാൻ കാരണം ഇതൊരു ഡിഫൻസുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ GS3 ടോപ്പിക്. ആൻഡ് ഇഫ് വി കണക്ട് ഇറ്റ് വിത്ത് ജോഗ്രഫി, ദ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദ വേൾഡ്, അത് ഗൾഫ് ഓഫ് ഈഡനും റെഡ് സീയും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് GS1 പോയിന്റ് ഓഫ് വ്യൂവിൽ, ഫിസിക്കൽ ജോഗ്രഫിയിൽ. Defense Minister Rajnath Singh highlighted potential threats in key maritime areas like the Gulf of Aden, the Red Sea, and waters near East Africa. He emphasized the Indian Navy is working to enhance its presence to ensure the safety of sea routes, crucial for India's economy and maritime security. അപ്പം ഈ പറയുന്ന റീജിയൻസ്, അതായത് ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള മാരിടൈം റീജിയൻസ് ഇപ്പോഴും ത്രെട്ടിലാണെന്നാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. ഗൾഫ് ഓഫ് ഏഡൻ, അതുപോലെ തന്നെ ദ റെഡ് സീ ആൻഡ് വാട്ടേഴ്സ് നിയർ ഈസ്റ്റ് ആഫ്രിക്ക, അതായത് ആഫ്രിക്കയുടെ ഒരു ഈസ്റ്റേൺ സൈഡ്, ആ ഭാഗത്തുള്ള ആ ഒരു കടൽ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു ത്രെട്ടിലാണ്. ആൻഡ് ഹി എംഫസൈസ് ദാറ്റ് ഇന്ത്യൻ നേവി ഈസ് വർക്കിംഗ് ടു എൻഹാൻസ് ഹിസ് പ്രസൻസ്. ആ ഭാഗത്തെ പ്രസൻസ് ഉറപ്പുവരുന്നതിന് ഇന്ത്യൻ നേവി വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് സീ റൂട്ട്സ് ക്രൂഷ്യൽ ഫോർ ഇന്ത്യസ് എക്കോണമി ആൻഡ് മാരിടൈം സെക്യൂരിറ്റി. അപ്പൊ ആ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കോണമിക്കും അതുപോലെ തന്നെ മാരിടൈം സെക്യൂരിറ്റി ഇറ്റ്സ് ക്രൂഷ്യൽ പാർട്ട്.
with other major naval powers reducing their activities in the Indian Ocean region. The Indian Navy has increased its efforts to protect territorial waters and maintain freedom of navigation. അപ്പോൾ പല നേവൽ പവേഴ്സും ആ ഭാഗത്തുള്ള ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലൊക്കെ ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് അവരുടെ എഫേർട്സ് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇതിനു വേണ്ടി ടു പ്രൊട്ടക്ട് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ freedom of navigation. Speaking at an event marking 2024 as the year of naval civilians, 2024 അത് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കറണ്ട് അഫേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ 2024 ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് എന്നാണ് വിളിക്കുന്നത്. നേവൽ സിവിലിയൻസ് എന്ന് പറയത്തുള്ളൂ ആക്റ്റീവ് ആയിട്ടുള്ള നേവിയിലെ ഡ്യൂട്ടീസ് എൻഗേജ് ചെയ്യാതെ കുറെ അധികം മറ്റു റോൾസ് ഉണ്ട്. അതായത് നേവിയിൽ ആ ഒരു ഡിഫൻസിനപ്പുറം ഇപ്പൊ നമുക്കറിയാം ആർമിയിലാണെങ്കിൽ പട്ടാളക്കാർ വെടിവെക്കാൻ പോകുന്ന ആ ഒരു പട്ടാളക്കാരിലുപരി പല തരത്തിലുള്ള ഡ്യൂട്ടീസ് അവർ എൻഗേജ് ചെയ്യാറുണ്ട്. ഇപ്പൊ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ, ലോജിസ്റ്റിക് തലത്തിൽ, അതുപോലെ ടെക്നിക്കൽ തലത്തിലൊക്കെ ആളുകൾ വർക്ക് ചെയ്യാറുണ്ട്. സോ മിസ്റ്റർ രാജ്നാഥ് സിംഗ് എന്താ പറഞ്ഞേക്കുന്നത്, ഹി പ്രേസ്ഡ് ദ റോൾ, ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് സിവിലിയൻ പേഴ്സണൽ, കോളിംഗ് ദം സോൾജിയേഴ്സ് വിത്തൗട്ട് യൂണിഫോംസ്. അവരെ എന്താ വിളിച്ചേക്കുന്നത് നമ്മുടെ രാജ്നാഥ് സിംഗ്? സോൾജിയേഴ്സ് വിത്തൗട്ട് യൂണിഫോംസ് എന്നാണ് ഈ പറയുന്ന നേവൽ സിവിലിയൻസിനെ വിളിച്ചേക്കുന്നത്. ദേ പ്രൊവൈഡ് ആക്റ്റീവ് ഓർ വൈറ്റൽ സപ്പോർട്ട് ടു ദ മിലിറ്ററി. അവര് കുറേയധികം വൈറ്റൽ സപ്പോർട്ട് ഈ മിലിറ്ററിക്ക് കൊടുക്കാറുണ്ട്. എങ്ങനെയൊക്കെ? ത്രൂ ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലോജിസ്റ്റിക്കൽ അസിസ്റ്റൻസ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ നേവി എന്ന് പറയുന്നത്. ഓക്കെ, നേവി ചീഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി also acknowledged their contributions to the Navy's readiness and success. അപ്പം ഇദ്ദേഹം എന്താ ഈ നേവി ചീഫ് അഡ്മിറലും എന്താ ഇത് അക്നോളജ് ചെയ്തു, ഈ കോൺട്രിബ്യൂഷൻസ് ഇവര് നേവിയുടെ സക്സസിലേക്കും റെഡിനെസ്സിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മൾ ഇനിയിപ്പോ GS1 പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ അതിനെ കണക്ട് ചെയ്യാൻ പോകുന്നത് ഗൾഫ് ഓഫ് ഈഡൻ ആണ് ആദ്യം ഞാൻ നോക്കുന്നത്. ഇതിന്റെ ജോഗ്രഫിക് ലൊക്കേഷനും ഫിസിക്കൽ ഫീച്ചേഴ്സും കൂടെ നമുക്ക് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് പ്രിലിംസ് പോയിന്റ്, മെയിൻ ആയിട്ട് ഇത് GS1 വരുന്ന പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇമ്പോർട്ടൻ്റ്. സോറി, GS1 പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്റെ ഒരു ജോഗ്രഫിക്കൽ പാർട്ട്, അതായത് ഫിസിക്കൽ ജോഗ്രഫി പാർട്ട്. ഓക്കെ, ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ അറേബ്യൻ സീ, അതായത് ഇവിടെ നമുക്ക് അറബിക്കടൽ കാണാം. അറബിക്കടലിന്റെ സൈഡിൽ ഈ വെസ്റ്റേൺ അറേബ്യൻ സീയുടെ ഭാഗത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഗൾഫ് ഓഫ് ഈഡൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഏകദേശം ഒരു 1000 കിലോമീറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ഇൻ ലെങ്ത് ആൻഡ് വേരീസ് ഇൻ വെയ്റ്റ്, നാരോയിങ് ടുവേർഡ്സ് ദ ബാബ് എൽ മൻഡേബ് സ്ട്രെയിറ്റ്. അപ്പോൾ അവിടെ ഒരു ബാബ് എൽ മൻഡേബ് സ്ട്രെയിറ്റ്, ആ ഒരു സ്ട്രെയിറ്റിലേക്ക് ഇത് നാരോ ചെയ്ത് പോവാണ് ഈ ഗൾഫ് ഓഫ് ഈഡൻ. ഇവിടെ നമുക്ക് ബാബ് എൽ മൻഡേബ് നമുക്ക് കാണാം. സറൗണ്ടിങ് കൺട്രീസ്, ഈ രീതിക്കായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. സറൗണ്ടിങ് കൺട്രീസ് ഏതൊക്കെയാണ് ഗൾഫ് ഓഫ് ഈഡൻ? ഇറ്റ് ഈസ് ബോർഡേഡ് ബൈ യമൻ. യമൻ ഒരു ബൗണ്ടറി ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ കൂടാതെ യമൻ എവിടെയാണ് വന്നേക്കുന്നത്? നോർത്തേൺ സൈഡിലാണ്. സദേൺ സൈഡിൽ ഏതാണ്? ഇവിടെ നമുക്ക് കാണാം സൊമാലിയ കാണാം സദേൺ സൈഡിൽ. പിന്നെ വെസ്റ്റേൺ സൈഡിൽ നമുക്ക് ഇവിടെ ജിബൂട്ടി കാണാം, എരിത്രിയ കാണാം. ഈ രണ്ട് രാജ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈസ്റ്റേൺ സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അറേബ്യൻ പെനിൻസുല ഈ ഭാഗത്തൊക്കെ ആയിട്ട് അറേബ്യൻ പെനിൻസുല നമുക്ക് ഈ സൈഡിലേക്ക് ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഈ ഗൾഫ് എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് ഈഡൻ എന്ന് പറയുന്നത് ദ ഗൾഫ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ, ഡീപ് വാട്ടേഴ്സ് ആൻഡ് ഡൈവേഴ്സ് മറൈൻ ലൈഫ്. അപ്പം ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ, പിന്നെ അതുപോലെ ഡീപ് വാട്ടേഴ്സ്, പിന്നെ ഡൈവേഴ്സ് മറൈൻ ലൈഫ് കൊണ്ട് ആണ് ഈ ഗൾഫ്. ഇതൊക്കെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ഐലൻഡ്സ് ഇൻക്ലൂഡിംഗ് വോൾക്കാനിക് സൊക്കാത്ര ആർഷിപ്പലാഗോ നോൺ ഫോർ ഇറ്റ്സ് യൂണിക് ഫ്ലോറ ആൻഡ് ഫോണ. അപ്പൊ ഈ ഭാഗത്തായിട്ട് എന്താ സൊക്കോത്ര, വോൾക്കാനിക് സൊക്കോത്ര ആർഷിപ്പലാഗോ ഒക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നു. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ട്രേഡ് റൂട്ട്, ദ ഗൾഫ് ഓഫ് ഏഡൻ സെർവ്സ് ആസ് എ ക്രൂഷ്യൽ മാരിടൈം റൂട്ട് കണക്ടിംഗ് ദ ഇന്ത്യൻ ഓഷ്യൻ വിത്ത് ദ റെഡ് സീ ആൻഡ് ബിയോണ്ട്, മേക്കിംഗ് ഇറ്റ് എ സിഗ്നിഫിക്കന്റ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് പാസേജ്. ഇതൊരു ഇന്റർനാഷണൽ ഷിപ്പിംഗ് പാസേജിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഭാഗത്തും കൂടെയാണ്. കാരണം ഇവിടെ നമുക്കറിയാം റെഡ് സീ ഇവിടെ വരുന്നുണ്ട്. ഇത് നേരെ താഴോട്ട് വരുമ്പോൾ ഗൾഫ് ഓഫ് ഈഡൻ വഴി എങ്ങോട്ടാണ് കണക്ട് ആവുന്നത്? അത് നേരെ ഇന്ത്യൻ ഓഷ്യനിലേക്കാണ് പോകുന്നത്. സോ ഇറ്റ്സ് എ സ്ട്രാറ്റജിക് റൂട്ട്, അല്ലെങ്കിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ക്രൂഷ്യൽ മാരിടൈം റൂട്ടാണ്. പിന്നെ കൂടാതെ ബാബൽ മൻഡേബ് സ്ട്രെയിറ്റ്, അതും ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ ഉണ്ട് അതിനും. ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് അറ്റ് ദ ഗൾഫ് സൗത്ത് വെസ്റ്റേൺ ടിപ്പ്
സൗത്ത് വെസ്റ്റേൺ ടിപ്പ് അവിടെയാണ് നമ്മുടെ ഈ സ്ട്രേറ്റ് വരുന്നത് ഗൾഫിന്റെ. is one of the world's busiest choke points through which a substantial volume of global trade, including oil shipments from the Middle East passes. അപ്പം വളരെയധികം ഗ്ലോബൽ ട്രേഡിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ലൊക്കേഷൻ ആണ്. കാരണം ഒത്തിരിയധികം ഷിപ്മെന്റ്സ് ഒക്കെ അതെ ഷിപ്മെന്റ്സ് ഒക്കെ എന്താ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത സോഷ്യോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. പൈറസി കൺസേൺസ് നമ്മൾ കാണുന്ന ഈ ഭാഗത്തൊക്കെ സൊമാലിയൻ റീജിയനിലൊക്കെ എന്താ ഒത്തിരിയധികം പൈറസി ഇൻസിഡൻസ് നമ്മൾ കാണാറുണ്ട്. അതായത് കടൽക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പൈറസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഗൾഫ് ഓഫ് ഏഡൻ gained global attention due to the piracy incidents affecting international shipping lanes in the late 2000s. Pirates primarily from Somalia. തൊട്ട് താഴെ സദേൺ സൈഡിലായിട്ട് എന്തുണ്ട്, സൊമാലിയ എന്ന രാജ്യമുണ്ട് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ ആ സൊമാലിയ ഒക്കെ അടുത്തായതുകൊണ്ട് തന്നെ സദേൺ പാർട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ പൈറേറ്റ്സ് ഒക്കെ അവിടുന്ന് പ്രൈമറിലി വരാറുണ്ട്. പിന്നെ അവരെന്തിനെ ടാർഗറ്റ് ചെയ്യുന്നു, ടാർഗറ്റഡ് വെസൽസ് ഫോർ റാൻസം. വെസൽസ് ഒക്കെ പിടിച്ചു വെക്കും എന്തിനു വേണ്ടിയാ, ഒരു റാൻസം അക്വയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഒരു റാൻസം കൊടുക്കാൻ വേണ്ടി. അതായത് ഇത് വിട്ടു കൊടുക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു വിടുതൽ, അതിന് വേണ്ട ഒരു പണം, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു കാര്യം അവർ ചോദിക്കും. പ്രോംപ്റ്റിംഗ് ഇന്റർനാഷണൽ നേവൽ പാട്രോൾസ് ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. അതുകൊണ്ട് തന്നെ എന്താ അവിടെ ഒത്തിരിയധികം ഇന്റർനാഷണൽ നേവൽ പട്രോൾസിന്റെ പിന്നെ അതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ട ആവശ്യകതകളുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ്. ഒത്തിരിയധികം ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും അതുപോലെ ടെൻഷൻസ് ഒക്കെ പല രാജ്യങ്ങൾക്കിടയിലും ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്ന ഒരു ഏരിയ. എന്തിനുവേണ്ടി, ഈ സ്ഥലത്തിന്റെ ഒരു കൺട്രോളും ഇൻഫ്ലുവൻസും ഒക്കെ ഗെയിൻ ചെയ്തെടുക്കാനും പിന്നെ അതുപോലെ മാരിടൈം ട്രേഡ് റൂട്ട്സിലേക്കുള്ള ഒരു ആക്സസ് ഒക്കെ കൂട്ടിയെടുക്കാനൊക്കെ വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന റീജിയനിൽ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കാറ്. റെഡ് സീ എന്ന് പറയുന്നത് ഇനിയിപ്പോ നമുക്ക് ഗൾഫ് ഓഫ് ഏഡൻ കഴിഞ്ഞു, റെഡ് സീ തൊട്ടടുത്തുണ്ട്. നമ്മൾ അതും കൂടെ നമ്മൾ നോക്കുവാണ്. ഈ മേഖല ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞു, റെഡ് സീയെ ഇന്ത്യൻ ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗൾഫ് ഓഫ് ഈഡൻ, ആ ഒരു ഗൾഫിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, റെഡ് സീ എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡ് സീ എന്ന് പറയുന്ന ഒരു സെമി എൻക്ലോസ്ഡ് ഇൻലെറ്റ് ആണ്. സെമി എൻക്ലോസ്ഡ് ഇൻലെറ്റ്, ഉള്ളിലേക്ക് വെള്ളം കയറുന്ന കയറി കിടക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷനാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ ബിറ്റ്വീൻ ദ കോണ്ടിനെന്റ്സ് ഓഫ് ആഫ്രിക്ക ആൻഡ് ഏഷ്യ. ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിൽ, ഇവിടെ ആഫ്രിക്ക ഉണ്ട്, ഇത് ഏഷ്യൻ കോണ്ടിനെന്റ് ഉണ്ട്. അപ്പൊ അതിനിടയിൽ കിടക്കുന്ന ഒരു സീ ആണ് റെഡ് സീ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലോകത്തിന്റെ നോർത്തേൺ മോസ്റ്റ് ട്രോപ്പിക്കൽ സീ ആണ്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് നോർത്തേൺ മോസ്റ്റ് ട്രോപ്പിക്കൽ സീ ആൻഡ് ഈസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഹെവിലി ട്രാവൽഡ് വാട്ടർവേസ്. ഈ ഒരു ഭാഗത്തോട് ഒത്തിരിയധികം ജലഗതാഗതം നടക്കാറുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അറേബ്യൻ സീ ആൻഡ് ദ ഇന്ത്യൻ ഓഷ്യൻ ടു ദ സൗത്ത്. ഇപ്പൊ സൗത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഫിഗറിൽ കാണാം എന്താ, നേരെ ഇന്ത്യൻ ഓഷ്യനിലേക്കാണ് ഇത് ചെല്ലുന്നത്. ഓക്കെ, ത്രൂ ദ ഗൾഫ് ഓഫ് ഈഡൻ. നമ്മൾ പറഞ്ഞു തൊട്ട് തന്നെ ഗൾഫ് ഓഫ് ഈഡൻ ഉണ്ട്, അത് നേരെ ഇന്ത്യൻ ഓഷ്യനിലേക്ക്. ആൻഡ് ദ നാരോ സ്ട്രൈറ്റ് ഓഫ് ബാബൽ വണ്ടി. ബോർഡറിങ് കൺട്രീസ് ഏതൊക്കെയാണ് ബോർഡർ ചെയ്യുന്ന കൺട്രീസ് നോക്കാം റെഡ് സീഡ്. ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ കാണാം, എന്തൊക്കെ കാണാം, രണ്ട് രാജ്യങ്ങളിൽ ഒരു ഈസ്റ്റേൺ സൈഡിൽ കാണാം. അതെ, റെഡ് സീയുടെ ഈസ്റ്റേൺ സൈഡിൽ യമനും ഉണ്ട്, പിന്നെ അതുപോലെ സൗദി അറേബ്യ ഉണ്ട്. ഇവിടെ താഴെയായിട്ട് യമൻ ഉണ്ട്, ഇവിടെ സൗദി അറേബ്യ ഉണ്ട്. അപ്പൊ അത് രണ്ടും എന്താ ഈസ്റ്റേൺ സൈഡിൽ റെഡ് സീയെ ബോർഡർ ചെയ്യുന്നുണ്ട്. ഈസ് ബോർഡർഡ് ബൈ ഈജിപ്റ്റ് ടു ദ നോർത്ത്. നോർത്തിൽ ആരുണ്ട്, ഇവിടെ ഈജിപ്റ്റ് ഉണ്ട്. വെസ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ സുഡാൻ ഉണ്ട്. സുഡാൻ ഇതിലൂടെ ഇവിടെ നൈൽ റിവർ ഒഴുകുന്നുണ്ട് അല്ലെ, സുഡാൻ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ആരുണ്ട്, എരിത്രയ ഉണ്ട്. തൊട്ട് താഴെയായിട്ട് വെസ്റ്റിൽ തന്നെ എന്തുണ്ട്, ജിബൂട്ടിയും കാണാം. എരിത്രയ കഴിഞ്ഞാൽ നേരെ തൊട്ട് താഴെ ഈ ഭാഗത്തായിട്ട് ജിബൂട്ടി. ഈ എത്യോപ്യ ഒന്നും ഇവിടെ ബൗണ്ടറി ആയിട്ട് വരുന്നില്ല. ജിബൂട്ടി ഈ നമ്മുടെ റഷ്യക്ക് ഒരു വെസ്റ്റേൺ സൈഡിൽ ഒരു ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. എരിത്രിയ ദെൻ ജിബൂട്ടി. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ എക്സാംസിനൊക്കെ ഏതൊക്കെയാണ് ബൗണ്ടറി രാജ്യം എന്ന രീതിക്കുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇടയ്ക്ക് ബ്ലാക്ക് സീഡ്, നമ്മുടെ ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ് ഒക്കെ നടന്ന സമയത്ത് ഒരു പ്രിലിംസിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബ്ലാക്ക് സീയെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു
രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ എനിക്ക് തോന്നുന്നു കാസ്പിയൻ സീയുടെ ബൗണ്ടറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗം. റെഡ് സീ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സിമ്പിൾ ആണ്. യമൻ ഉണ്ട്, സൗദി ഉണ്ട്, ഈസ്റ്റേൺ സൈഡിൽ. നോർത്തേൺ സൈഡിൽ ആരുണ്ട്? ഇങ്ങോട്ട് വരുമ്പോൾ ഈജിപ്റ്റ് ഉണ്ട്. തൊട്ട് താഴോട്ട് പോകുമ്പോൾ വെസ്റ്റേൺ സൈഡിൽ ആരൊക്കെയുണ്ട്? വെസ്റ്റേൺ സൈഡിൽ സുഡാൻ ഉണ്ട്, വെസ്റ്റില് എരിത്രിയ ഉണ്ട്, ജിബൂട്ടി ഉണ്ട്. ഈ 3 രാജ്യങ്ങൾ. സോ ഇതൊരു ഒരു യാത്ര പോലെ യമനിൽ തുടങ്ങി ഇങ്ങനെ ജിബൂട്ടി വരെ അവസാനിക്കുന്ന ഒരു യാത്ര പോലെയൊക്കെ പഠിച്ചു വെച്ചാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഈ അടുത്ത് വേറൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. GS3 അത് എക്കോണമി പരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ടു ഫിക്സ് എക്കോണമി ബൂസ്റ്റ് കൺസംഷൻ. എക്കോണമിയെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കൺസംഷൻ കൂട്ടുന്നതിനെ കുറിച്ച് RBI പറഞ്ഞ ഒരു കാര്യമൊക്കെ വെച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ടു റിവൈവ് ഇന്ത്യസ് slowing economy, the RBI, Reserve Bank of India, suggests increasing consumer spending. അപ്പം കുറച്ച് ഇന്ത്യയെ റിവൈവ് ചെയ്തിരിക്കാൻ ഇന്ത്യയുടെ സ്ലോ ആയിട്ടുള്ള ആ ഒരു എക്കോണമി, സ്ലോ ആയി വന്നുകൊണ്ടിരിക്കുന്ന എക്കോണമി. അപ്പൊ ഈ അടുത്ത കാലത്താണ് സ്ലോയിങ് എക്കോണമി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പം കുറച്ചൊരു ക്രൈസിസിലേക്ക് വന്ന സമയത്താണെന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല ലോകത്തെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു എക്കോണമി. അപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷന് നമ്മൾ ആ സ്ലോയിങ് ആയിട്ടുള്ള ഇന്ത്യയുടെ എക്കോണമിയെ റിവൈവ് ചെയ്യണമെങ്കിൽ എന്താ? കൺസ്യൂമർ സ്പെൻഡിങ് കൂട്ടണമെന്ന രീതിക്കാണ് RBI സജസ്റ്റ് ചെയ്യുന്നത്. കറന്റ് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ വീക്ക്. ഇപ്പോൾ ഉള്ള ഗവൺമെന്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ അത് വീക്കാണ്. ആൻഡ് ക്രിയേറ്റിംഗ് ഡിമാൻഡ് ക്യാൻ ഹെൽപ്പ് കിക്ക് സ്റ്റാർട്ട് ഗ്രോത്ത്. അപ്പം ഗ്രോത്ത് ഉണ്ടാണെങ്കിൽ എന്താണ്? ഡിമാൻഡ് കൂട്ടുക. അതുവഴി എന്താ? കൺസ്യൂമർ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അപ്പൊ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബൂസ്റ്റിംഗ് കൺസപ്ഷൻ ആദ്യം പറഞ്ഞ പോലെ. ഹൈ ഫുഡ് പ്രൈസസ് ആർ റെഡ്യൂസിങ് ഡിസ്പോസിബിൾ ഇൻകം എസ്പെഷ്യലി ഫോർ ദ മിഡിൽ ക്ലാസ്. അപ്പം ഫുഡൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ചെലവാക്കാനുള്ള ഇൻകം കാണത്തില്ല, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വൈൽ ഇൻഫ്ലേഷൻ ഈസ് സ്ലൈറ്റ്ലി ഇൻ ഡിസംബർ, ഫുഡ് ഇൻഫ്ലേഷൻ റിമെയിൻസ് എ കൺസേൺ. കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഫുഡ് ഇൻഫ്ലേഷൻ ഇപ്പോഴും ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കാം. ഓക്കെ, ഇൻഫ്ലേഷൻ ജനറലി ഒന്ന് ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഡിസംബറിൽ, പക്ഷെ ഇപ്പോഴും ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു കൺസേൺ ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇൻഫ്ലേഷൻ ചാലഞ്ചസ്, റൈസിങ് റൂറൽ വേജസ് ആൻഡ് കോർപ്പറേറ്റ് സാലറീസ് നീഡ് കെയർഫുൾ മോണിറ്ററിംഗ് ടു അവോയ്ഡ് ഫർദർ എക്കണോമിക് സ്ട്രെയിൻ. അപ്പം എന്താ ഇപ്പം റൂറൽ വേജും പിന്നെ അതുപോലെ കോർപ്പറേറ്റ് സാലറി ഒക്കെ റിവൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഒരു കെയർഫുൾ മോണിറ്ററിങ് ഒക്കെ ആവശ്യമാണ് റൈസ് ചെയ്യുന്ന സമയത്ത്. എന്തിനാ? ടു അവോയ്ഡ് ഫർദർ എക്കണോമിക് സ്ട്രെയിൻ. പിന്നീടുള്ള എക്കണോമിക് സ്ട്രെയിൻ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ആ ഒരു കെയർഫുൾ ആയിട്ടുള്ള മോണിറ്ററിങ് ആവശ്യമാണ്. കൂടാതെ ഇ കൊമേഴ്സ് ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള ഷോപ്പിംഗ് അതുപോലെ ക്വിക്ക് ഡെലിവറി സർവീസസ് ഉണ്ട്, ലൈക്ക് സൊമാറ്റോ, സ്വിഗ്ഗി. ഇവയൊക്കെ കൺസംഷൻ കൂട്ടാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ്. ആൻഡ് കോമ്പറ്റീഷൻ ഇൻ ദിസ് സെക്ടർ ഷുഡ് ബി എൻകറേജ് റാദർ ദാൻ റെസ്ട്രിക്റ്റഡ്. അപ്പം നമുക്കറിയാം എന്താ ആ ഒരു സ്ഥലത്തെ കോമ്പറ്റീഷൻ ആ ഒരു സെക്ടറിൽ, അതായത് ഓൺലൈൻ ഷോപ്പിംഗ് ആയാലും ക്വിക്ക് ഡെലിവറി സർവീസസ് ആയാലും അതൊക്കെ ഒരു ആളുകളിൽ കൺസംഷൻ കൂട്ടാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സെക്ടറിലുള്ള കോമ്പറ്റീഷൻ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതുണ്ട് റാദർ ദാൻ മേക്കിംഗ് ദം മോർ അല്ലെങ്കിൽ മേക്കിംഗ് ദം റെസ്ട്രിക്റ്റഡ്. ഓക്കെ, അതിലും കൂടുതൽ എന്താ വേണ്ടത്? ആ സെക്ടറിനെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്ത് കൊണ്ടുവരണം. അടുത്ത ഗ്ലോബൽ അൺസർട്ടനിറ്റി. The global economy in 2025 is expected to be unpredictable. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, പ്രവചിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ആയിരിക്കും ആ എക്കോണമി നമ്മുടെ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമി മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അൺഈവൻ ഇൻഫ്ലേഷൻ റിഡക്ഷൻ വുഡ് ലിമിറ്റ് മോണിറ്ററി പോളിസി ചേഞ്ചസ്. അപ്പം ആൻഡ് അൺസർട്ടനിറ്റീസ് മേ അഫക്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ്. അപ്പം അൺസർട്ടൺ ആണ് ആ എക്കോണമിയുടെ കാര്യമെങ്കിൽ അപ്പൊ അത് ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അൺഈവൻ ഇൻഫ്ലേഷൻ റിഡക്ഷൻ വുഡ് ലിമിറ്റ് മോണിറ്ററി പോളിസി ചേഞ്ചസ്. അപ്പം ഇൻഫ്ലേഷൻ കുറച്ചു കൊടുക്കുക എന്ന് പറയുന്ന കാര്യം അത് അൺഈവൻ ആയിട്ട് നടന്നാൽ അതും ലിമിറ്റ് ചെയ്യും മോണിറ്ററി പോളിസിയുടെ ചേഞ്ചസ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ RBI എംഫസൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു കൺസപ്ഷൻ ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യുക, വിച്ച് ഈസ് എസെൻഷ്യൽ ടു റിവൈവിങ്
ഗ്രോത്ത് ആൻഡ് അട്രാക്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ്. ആ ഒരു രീതിയിലൂടെ രാജ്യത്തിന് നമുക്ക് ഗ്രോത്ത് അക്വയർ ചെയ്യാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിനെ ഒക്കെ അട്രാക്ട് ചെയ്യാനും സഹായിക്കും. സോ നമ്മൾ ഇന്നത്തെ പ്രധാന വാർത്തകളൊക്കെ ഇന്ന് നമ്മൾ കണ്ടു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രിലിംസ് ക്വസ്റ്റ്യൻ്റെയും പിന്നെ അതുപോലെ തന്നെ പ്രിലിംസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക കയ്യിൽ ആൻസർ എഴുതിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ അതല്ലാതെ പ്രിലിംസിന്റെ മോഡൽ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു നേരത്തെ കമന്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇന്നത്തെ DNA അവസാനിച്ചിരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.